ഹായ് ഓൾ. ഇന്ന് നമ്മൾ ക്രിട്ടിക്കൽ സമ്മറി ഓഫ് എമേഴ്സൺസ് സെൽഫ് റിലയൻസ് എന്ന എസ്സെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. റാൽഫ് വാൾഡോ എമേഴ്സൺ എഴുതിയ സെൽഫ് റിലയൻസിനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നാമത്തെ ഭാഗത്തിൽ എന്താണ് സെൽഫ് റിലയൻസ് എന്ന് സ്പഷ്ടമാക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ സെൽഫ് റിലയൻസും ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസത്തെ എടുത്തു പറയുകയാണ് റാൽഫ് വാൾഡോ എമേഴ്സൺ. മൂന്നാമത്തെ ഭാഗത്ത് സൊസൈറ്റിയും സെൽഫ് റിലയൻസും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സ്പഷ്ടമാക്കിയാണ് റാൽഫ് വാൾഡോ എമേഴ്സൺ തൻ്റെ സെൽഫ് റിലയൻസ് എന്ന എസ്സയിലൂടെ. സോ ദിസ് ഹോൾ അബൌട്ട് ട്രസ്റ്റ് ദൈ സെൽഫ് എന്ന മഹത്തരമായ ഒരു ആശയമാണ് എമേഴ്സൺ സെൽഫ് റിലയൻസ് എന്ന എസ്സയിലൂടെ സ്പഷ്ടമാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ക്രിട്ടിക്കൽ സമ്മറിയിലേക്ക് പോകാം. എമേഴ്സൺ തൻ്റെ സെൽഫ് റിലയൻസ് എന്ന പാസേജ് തുടങ്ങുന്നത് തന്നെ ഗിവിങ് ഇമ്പോർട്ടൻസ് ഓർ സ്ട്രെസ് ഓൺ ഇൻഡിവിജ്വലിസം ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് തിങ്കിങ് ഫോർ വൺ സെൽഫ് റാദർ ദാൻ മീക്ക്ലി അക്സെപ്റ്റിംഗ് അതർ പീപ്പിൾസ് ഐഡിയാസ്. അപ്പോൾ സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ അവന് സ്വമേധയെ എടുക്കാനുള്ള തീരുമാനത്തെയാണ് സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം സെൽഫ് റിലയൻസ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കാൻ അവന് സഹായിക്കുന്ന അവൻ്റെ ഇൻസൈറ്റ്. Let it be the powerful weapon or let it be the powerful thing for him to do or act. അല്ലാതെ മറ്റുള്ളവരുടെ ആശയങ്ങളല്ല. അപ്പോൾ സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദ പവർ ഓഫ് എ പേഴ്സൺ ടു ബിലീവ് ഓൺ ദൈ സെൽഫ്. അതാണ് യഥാർത്ഥത്തിൽ ആദ്യം സെൽഫ് റിലയൻസ് എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഹി ഗിവ്സ് അല്ലെങ്കിൽ ഹി പ്രൊമോട്ട്സ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഓവർ ദ നോളജ് ഗെയിൻഡ് ഫ്രം ദ ബുക്സ്. He states that to believe what is true is your private heart is true for all men, that is genius. So that's really important statement. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ശരിയെന്ന് തോന്നുന്നത് അത് സത്യമായിരിക്കും. ഇറ്റ് വിൽ ബി ജെനുവിൻലി ട്രൂ. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിവേകമുള്ളവനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ അല്ലെങ്കിൽ ജെനുവിൻലി റൈറ്റ് എന്ന് പറയുന്നത്. ടു ബിലീവ് ഇൻ യുവർ ഓൺ. ഇഫ് യുവർ ഹാർട്ട് സേസ് ഇറ്റ് ഈസ് ട്രൂ ദെൻ ഇറ്റ് ഈസ് ട്രൂ. പക്ഷെ ചിലരുണ്ട്, ദർ ആർ പേഴ്സൺ ലെറ്റ് ദ ഹാർട്ട് ടു ലിസൺ ടു അതേഴ്സ്. അത് നല്ലതല്ല. അത് എന്തുണ്ടാക്കും? നിങ്ങളിലെ ക്രിയേറ്റിവിറ്റി, നിങ്ങളിലെ എന്താ പറയുക, ഇൻബോൺ ടാലൻറ്റുകളെ നശിപ്പിച്ച് കളയും. അവിടെ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാകും. ഇൻഡിവിജ്വാലിറ്റിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇഫ് യു ലിസൺ ടു അതേഴ്സ് ആൻഡ് മേക്ക് ഒപ്പീനിയൻസ്. അപ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ഒരു ഇൻഡിവിജ്വൽ ടാലൻറ്റിനെ നശിപ്പിച്ച് കളയാണ്. സോ ബിലീവിങ് ഇൻ യുവർ സെൽഫ് എന്ന ആ ഒരു തോട്ടിനെ അവിടെ നശിപ്പിക്കുകയാണ്. സോ എമേഴ്സൺ എക്സാക്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. സെൽഫ് റിലയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രസ്റ്റ് ദൈ സെൽഫ്. ഇറ്റ് ഈസ് എ ബിഗ് മോട്ടോ that ties together with individuality. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് റിലയൻസ് കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ട്രസ്റ്റ് ദൈ സെൽഫ് എന്ന് പറഞ്ഞ ഏറ്റവും മഹത്തരം ആശയമാണ്. അല്ലാത്തതൊക്കെ ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ടു റിലൈ ഓൺ അതേഴ്സ് ജഡ്ജ്മെൻറ്റ് ഈസ് കൊവേർഡ്ലി. അത് വെറും ഭീരത്വമാണ്. നമ്മൾ മറ്റുള്ളവരെ കേൾക്കുന്ന ഭീരത്വമാണ്. സോ വാട്ട് എക്സാക്ട്ലി നീഡ് ഈസ് ട്രസ്റ്റ് ദൈ സെൽഫ്. അപ്പോൾ a person who is trusting thyself has a very good self-esteem. അവിടെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. അദ്ദേഹം ഒരു ഈവൻ ചൈൽഡ് ലൈക്ക് ആണ്. ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ഉണ്ടെന്ന് പോലും ആര് പറയുന്നു? എമേഴ്സൺ പറയുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ചൈൽഡ് ലൈക്ക് എന്നൊക്കെ പറയുമ്പം കുട്ടിത്വം. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ടാണ് ചൈൽഡ് ലൈക്ക് എന്ന് പറയാനുള്ള കാരണം? അതിന് ഈവൻ ഹീ സ്റ്റേറ്റ്സ് ദാറ്റ് ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഇല്ലാത്ത, തബൂല റാസ എന്നൊക്കെ പറഞ്ഞ വേർഡ് വേണം ഉപയോഗിക്കാം. അതായത് എംപ്റ്റി സ്ലേറ്റ് ആണ്. അപ്പോൾ അവിടെ വേറെ പ്രിജുഡൈസ്ഡ് മെൻറ്റാലിറ്റി ഇല്ല, ബയാസ്ഡ് അല്ല. അപ്പോൾ കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അവൻ്റെ ഹൃദയത്തിൽ തോന്നുന്നതെല്ലാം അവൻ ചെയ്യും. പക്ഷെ പ്രായം കൂടുന്തോറും എന്ത് നശിക്കും? ഈ ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് ഇദ്ദേഹം പറഞ്ഞു ഈവൻ ദാറ്റ് ഈസ് കോൾഡ് മെച്യൂരിറ്റി എന്ന് എന്താണ് എമേഴ്സൺ സ്പഷ്ടമാക്കാൻ നോക്കുന്നത്.
ഇവിടെ ചൈൽഡ് ലൈക്ക് ഇന്നസെൻസിനെ അദ്ദേഹം ഒന്നുകൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, യാതൊരു പ്രിജുഡൈസ്ഡ് മെൻറ്റാലിറ്റിയും ഇല്ലാതെ ചൈൽഡ് ലൈക്ക് ഇന്നസെൻസോട് കൂടി പ്രവർത്തിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് മോർ ഗുഡ്. എന്താ പറയുക, ഒരു സെൽഫ് എസ്റ്റീമാണ് അവിടെ കൂടുതലും ട്രസ്റ്റിംഗ് ദൈ സെൽഫ് കാണാൻ കഴിയും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അത്തരത്തിലുള്ള കുട്ടികൾ എന്താ പറയുക, കുഞ്ഞുങ്ങളിൽ എന്ത് കാണുന്നില്ല, ഒരിക്കലും സംശയങ്ങളില്ല, ഹെസിറ്റൻ്റ് അല്ല, അതുപോലെ തന്നെ ഹിപ്പോക്രിറ്റിക്കലും അല്ല, അൺബയാസ്ഡ് ആണ്. ദേ ജസ്റ്റ് ആക്ട് because of the invoice of their heart. That is very much important for self-reliance എന്ന് നമ്മുടെ എമേഴ്സൺ പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസം കുറച്ചും കൂടെ വളരണമെങ്കിൽ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം ഇഫ് യു ജസ്റ്റ് ലിസൺ ടു അതേഴ്സ്. മറ്റുള്ളവരെ കേട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വമേധയാ തീരുമാനങ്ങൾ എടുക്കാനുള്ള നിങ്ങളുടെ വിൽ പവർ നഷ്ടപ്പെട്ട് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എമേഴ്സൺ അടിവരയിട്ട് പറയുന്നുമുണ്ട്. So here it gives a rebellious ഒരു ഇൻഡിവിജ്വലിസം അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു റെബല്യസ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിസം അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് മേക്കിംഗ് യുവർ സെൽഫ് കോൺഫിഡൻറ്റ് ഇൻ യുവർ ക്രിട്ടിക്കൽ തിങ്കിങ്. അതിനുശേഷം എമേഴ്സൺ പിന്നീട് കയറുന്നു, അതായത് ഈ എന്താ പറയുക സെൽഫ് റിലയൻസിൽ നിന്ന് ഇൻഡിവിജ്വലിസത്തിലേക്ക് കയറുകയാണ്. സോ ഹീ സെയ്സ് ദാറ്റ് എക്സ്റ്റേണൽ നോംസ് ആയിരിക്കും, അതായത് പുറമേ ഉള്ള തീരുമാനങ്ങളും പുറമേ ഉള്ള ആശയങ്ങളും പുറമേ ഉള്ള ഒപ്പീനിയൻസും അല്ല നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ, നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ കാരണമാകുന്നത്. There should not be no external pressure to conform any judgment. So here അവിടെ എന്താണ്, so if you are very very confident to make judgments, you are mature enough എന്ന് എമേഴ്സൺ പറയുന്നു. സോ മച്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്, not to have external decision making ഒപ്പീനിയൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് ആക്ച്വലി മച്യൂരിറ്റി എന്ന് എമേഴ്സൺ ഉദ്ദേശിക്കുന്നത്. So here when he wants to prove self-reliance and individuality, he brings a kind of comment there. Whose would be a man must be a non-conformist. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു മാൻ, ഇഫ് യു വാണ്ട് ടു ബി ആൻ ഇൻഡിവിജ്വൽ, you should be non-conformist. That means external norms and external conditions should not be the judging factor for you to judge what is right and what is wrong. That's very important. So he asserts a radical, even extreme position on the matter. So you should be a non-conformist in the matter of decisions. No external norms make you to judge what is right and what is wrong. ഇതാണ് കൂടുതലും നമുക്ക് ഇൻഡിവിജ്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ. പിന്നെ അദ്ദേഹം ആഡ് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. നോ ലോ ക്യാൻ ബി സ്കെയർഡ് ടു മീ ബട്ട് ദാറ്റ് ഓഫ് മൈ നേച്ചർ. ദി ഓൺലി റൈറ്റ് ഈസ് വാട്ട് ഈസ് ആഫ്റ്റർ മൈ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമാക്കുന്ന ഇതാണ്, മറ്റുള്ളവർ പറയുന്നത് മൂലം നിങ്ങൾ ഒരു ശരി തെറ്റ് തീരുമാനിക്കരുത്. നിങ്ങളുടെ ഹൃദയം എന്താണോ പറയുന്നത് ശരിയാണ്. ഇപ്പോൾ സൊസൈറ്റി പറയുന്ന തെറ്റ് ചിലപ്പോൾ നിങ്ങൾക്കത് ശരിയാണെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് റിലയൻസ് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. സോ ഒരു നോൺ കൺഫോമിസ്റ്റ് ആയിരിക്കണം ഒരെന്താ പറയുക ഒരു ഇൻഡിവിജ്വൽ ഇൻ ദ മാറ്റർ ഓഫ് സെൽഫ് റിലയൻസ്. അവിടെ സൊസൈറ്റിയുടെ ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ആയിരിക്കരുത്, നിങ്ങളുടേതായ കൺവിക്ഷൻ ഇൻസൈറ്റ് ഉണ്ടായിരിക്കണം. അതർവൈസ് യു കെ നോട്ട് ബി what to say a self-reliant personality എന്ന് അല്ലെ self-reliant individual എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. So if you are just become a part of society's judgments, you just become a black fog 1,000 miles off എന്ന സ്റ്റേറ്റ്മെന്റ് വളരെ ചേർന്ന് വരും. So he just leave away a conformist attitude of a person being in the society. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സഹായം ചെയ്യുന്ന മറ്റുള്ളവരെ സഹായം ചെയ്യുന്ന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്. ഇഫ് യു ആർ ഡൂയിങ് എനി കൈൻഡ് ഓഫ് ചാരിറ്റി ടു മേക്ക് ഫേവർ ഓർ ടു ഹാവ് എനി കൈൻഡ് ഓഫ് അപ്രീസിയേഷൻ വിത്തിൻ ദ സൊസൈറ്റി, ഇഫ് യു ആർ ഡൂയിങ് സോ ഈസ് നോട്ട് ഗുഡ് ഫോർ എമേഴ്സൺ പറയുന്നു അത്തരത്തിലുള്ള ആക്ടിവിറ്റി ഈസ് നോട്ട് റൈറ്റ്. നിങ്ങളുടെ സഹായം പോലും
എന്ത് ചെയ്യരുത്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവരുടെ അപ്രീസിയേഷന് വേണ്ടിയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്, ദാറ്റ് ഈസ് നോട്ട് ഈവൻ ചാരിറ്റി. നിങ്ങൾക്കത് സ്വമേധയാ തോന്നുന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയം പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ലെറ്റ് ഇറ്റ് ഡു. പക്ഷെ മറ്റുള്ള അല്ലെങ്കിൽ അപ്രീസിയേഷന് വേണ്ടി, മറ്റുള്ളവരുടെ സപ്പോർട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എന്ന് എമേഴ്സൺ വ്യക്തമാക്കുന്നു. Emerson states that it is better to live truly and obscurely than to have one's goodness extolled in public. ഇനി നിങ്ങളൊരു സൊസൈറ്റിയിൽ ഇനി പുകഴ്ത്തപ്പെടുന്നില്ല, പക്ഷെ നിങ്ങൾ ആർക്കും ഒരു തെറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങളുടെ ഹൃദയം പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ, ദാറ്റ് ഈസ് ട്രൂ ലൈഫ്, ദാറ്റ് ഈസ് ട്രൂ ലൈഫ്. മറ്റുള്ളവർക്ക് പ്രൈസിന് വേണ്ടിയിട്ടോ അപ്രീസിയേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ that cannot be called as something charity or good. So ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്ന കാര്യം, you should be doing what I must do is all that concern me, not what people think. That's very important. The great man is he who in the midst of the crowd keeps with perfect sweetness that independence of solitude. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഭൂരിഭാഗം പേര് നിങ്ങൾക്കെതിരെ തിരിഞ്ഞോട്ടെ, പക്ഷെ നിങ്ങളുടെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളവിടെ നിൽക്കുമ്പോൾ, നിങ്ങളവിടെ ഒറ്റപ്പെട്ടാൽ പോലും ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം ഇഫ് അൺലെസ് ആൻഡ് അണ്ടിൽ ഇറ്റ് ഈസ് ട്രൂ ടു യു. ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ടു യു, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഓഫ് മിസ്റ്റേക്ക്. അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് എമേഴ്സൺ ഒരിക്കലും നിങ്ങളെ എന്ത് ചെയ്യണം, ഒരു സോളിറ്റ്യൂഡ്, ഒരു സിംഗിൾ ലൈഫ് ലീഡ് ചെയ്ത് ഒറ്റപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയില്ല. സൊസൈറ്റി തന്നെ നിങ്ങൾ ജീവിക്കണം. ആ സൊസൈറ്റിയിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർ മൂലമാകരുത് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ഒറ്റയ്ക്ക് ഒരു ഏകാന്തതയെ ജീവിക്കാൻ ഒന്നും എമേഴ്സൺ പറയുന്നില്ല. Outlining his reasons for objecting to conformity, Emerson asserts the acquitting to public opinion weighs a person's life. അത് വളരെ ശരിയാണ്. കാരണം ഒരു എമേഴ്സൻ്റെ ഈ ഒരു ആശയം വളരെ ശരിയാണ്. കാരണം നമ്മളെ ഒരു കൺഫേമിങ് ആറ്റിറ്റ്യൂഡായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു പബ്ലിക് ഒപ്പീനിയൻ കേട്ട് ജീവിച്ച് കഴിഞ്ഞാൽ വി ജസ്റ്റ് വേസ്റ്റ് അവർ പ്രഷ്യസ് പേഴ്സണൽ ലൈഫ്. കാരണം നമ്മൾ ആസ് എ പേഴ്സൺ നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് അവരുടെ രീതിയിലേക്ക് മാറുമ്പോൾ വി ആർ ജസ്റ്റ് ലൂസിങ് അവർ സെൽസ്. വി ആർ ലീവിങ് അവേ our soul, our insights, our philosophy എല്ലാം നമ്മൾ നശിപ്പിക്കുകയാണ്. സോ ബി വാട്ട് യു ആർ. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ പേര് സൂര്യ, എൻ്റെ നാട് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിലും ഇതേപോലെ നമ്മൾ അല്ലു അർജുൻ പറയുന്ന രംഗമുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി മാറുമ്പോൾ ഞാൻ ഉള്ളിൽ മരിക്കുകയാണ്. ഐ ആം ജസ്റ്റ് ഡൈങ് മൈസെൽഫ്. ഞാൻ ഉള്ളിൽ മരിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്നെ മാറ്റുമ്പോൾ ഞാൻ ഉള്ളിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ ഞാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. ദ സെയിം തിങ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദിസ് പർട്ടിക്കുലർ essay by Emerson. Even worse, the time spent in maintaining allegiance to community's opinion. So അത് ആക്ച്വലി വെറുതെ നമ്മൾ സമയം കളയാണ്. ആക്ച്വലി വി ആർ ജസ്റ്റ് ലീവിങ് അവേ അവർ ടൈം ഓർ അവർ ലൈഫ് if you're just giving your ears to the community's opinion or the society's opinion.